ഇത്രയും ബോട്ടിൽസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? കൊണ്ടുപോയി കളയല്ലാതെ എന്ത് ചെയ്യാനാല്ലേ? പക്ഷേ എനിക്കൊരു കിടിലൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഈ ബോട്ടിൽസൊക്കെയും കുറേ നാളായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനെ കൊണ്ടൊരു ഉപകാരം വന്നത്. അപ്പോൾ ഓരോ ബോട്ടിൽസിലെയും സ്റ്റിക്കറൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ഇതുപോലെ ഗ്രീൻ കളർ ഫുഡ് കളർ 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോ ലെയറായിട്ട് ഒന്ന് അടുക്കി കൊടുക്കണം. അങ്ങനെ ഓരോ ലെയർ വരുമ്പോഴും അതിൻ്റെ ഇടയിൽ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് വെച്ച ശേഷമാണ് അടുത്ത ലെയർ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിലേക്ക് ഗ്രീൻ കളർ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുപ്പികളൊക്കെ ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റിലും ഇതുപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 5 ലെയർ നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു കാർഡ്ബോർഡിൽ ഇതുപോലെ സ്റ്റാർ കൂടി വരച്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞെട്ടിയില്ലേ? എൻ്റെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒരു മിനിറ്റ് വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി സാൻഡയെ കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.